ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. അഭ്യന്തരഹർമ്മ്യത്തിൻ്റെ മറ്റൊരു വിചിന്തനത്തിലേക്ക് സ്വാഗതം. അഭ്യന്തരഹർമ്മ്യത്തിലൂടെയുള്ള നമ്മുടെ യാത്ര നാം മൂന്നാം സദനത്തിലെത്തി നിൽക്കുകയാണ്. മൂന്നാം സദനം ഒരു പരിപൂർണതയുടെ സദനമാണ് നാം കണ്ടു കഴിഞ്ഞു. നമ്മുടെ കഴിവുകൊണ്ട് നമുക്ക് എത്താൻ പറ്റുന്ന ഒരു സദനം. അവിടെ നമ്മുടെ ആത്മീയ ജീവിതത്തിൽ, നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിൽ, നമ്മുടെ സാമൂഹ്യ ജീവിതത്തിൽ എല്ലാത്തിലും ഒരു പരിപൂർണത നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ഒരു ഇന്നർ ഫ്രീഡം, എല്ലായിടത്തും ഒരു സ്വാതന്ത്ര്യം, ഒരു ആനന്ദം, ആത്മീയമായൊരു ആനന്ദം, മറ്റുള്ളവരുമായുള്ള ബന്ധത്തിലുള്ള ആനന്ദം, ഇതെല്ലാം നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ഇവിടെ പ്രാർത്ഥനയെക്കുറിച്ച് ഏതാനും കാര്യങ്ങൾ പറഞ്ഞു. ഇനി ഈ സ്ഥാനത്തിലുള്ള പ്രാർത്ഥന എന്ന് പറയുന്നത് അമദ്രേസ്യ നമ്മെ പഠിപ്പിക്കുന്ന ഒരു ധ്യാന രീതിയുണ്ട്. ഈ വിചിന്തനത്തിൽ ആ ധ്യാന രീതിയെക്കുറിച്ച് ഒന്ന് പറയുവാനായിട്ടാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അതായത് തെരേസ്യൻ മെത്തേഡ് ഓഫ് മെന്റൽ പ്രയർ എന്നതിനെ പറയാം. അതായത് അമദ്രേസ്യ പഠിപ്പിച്ച ഒരു മാനസിക പ്രാർത്ഥന. ഈ മാനസിക പ്രാർത്ഥന നമ്മൾ നിരന്തരം 1 മണിക്കൂറെങ്കിലും ഒരു ദിവസം അനുഷ്ഠിക്കുകയാണെങ്കിൽ, പ്രാർത്ഥിക്കുകയാണെങ്കിൽ ക്രമേണ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ആ ആത്മീയ പുരോഗതി നമുക്ക് മനസ്സിലാക്കാനാണ് സാധിക്കും. ഈ ധ്യാനത്തിന്, ഈ തെരേസ്യൻ മെത്തേഡ് ഓഫ് മെന്റൽ പ്രയർ, ഇതിന് 3 ഘട്ടങ്ങളാണുള്ളത്. ഒന്ന് ഇൻട്രൊഡക്ഷൻ, അതായത് ഒരു ആമുഖം. രണ്ടാമത് ബോഡി. മൂന്നാമത് കൺക്ലൂഷൻ. ഇൻട്രൊഡക്ഷൻ എന്ന് പറയുന്നത്, ആമുഖം എന്ന് പറയുന്നത് ആ ഒരു ദൈവിക സാന്നിധ്യ സ്മരണ. അതായത് നമുക്കറിയാം, നമുക്ക് പഞ്ചേന്ദ്രിയങ്ങളുണ്ട്, ആന്തരികമായ ഇന്ദ്രിയങ്ങളുണ്ട്. പഞ്ചേന്ദ്രിയങ്ങൾ നമുക്ക് എല്ലാവർക്കും, നമ്മുടെ കണ്ണ്, മൂക്ക്, ഇതെല്ലാം പഞ്ചേന്ദ്രിയങ്ങളാണ്. ആന്തരിക ഇന്ദ്രിയങ്ങൾ എന്ന് പറയുന്നത് നമ്മുടെ ഇന്റലക്ട്, മെമ്മറി, വിൽ ആൻഡ് ഇമാജിനേഷൻ എന്ന് പറയും. അതായത് നമ്മുടെ ബുദ്ധി, നമ്മുടെ ഓർമ്മ, നമ്മുടെ മനസ്സ്, അതുപോലെ നമ്മുടെ ഭാവന. ഈ നമ്മുടെ ബുദ്ധിയും ഭാവനയും ഉപയോഗിച്ച് നാം ഏറ്റവും നമുക്കിഷ്ടപ്പെട്ട ദൈവത്തിന്റെ, ഈശോയുടെ ഒരു രൂപം നമ്മുടെ മനസ്സിൽ സങ്കല്പിക്കാം. അതൊരു പക്ഷേ പുൽക്കൂട്ടിൽ പൂജാതനായ ഉണ്ണിയേശു ആകാം, അല്ലെങ്കിൽ ബാലനായ യേശു ആകാം, അല്ലെങ്കിൽ മാമോദിസ സ്വീകരിക്കുന്ന ഈശോയാകാം, അല്ലെങ്കിൽ ഗലീലയിലൂടെ നടന്ന് പഠിപ്പിക്കുന്ന ഈശോയാകാം, അല്ലെങ്കിൽ രൂപാന്തരപ്പെടുന്ന ഈശോയാകാം, അല്ലെങ്കിൽ ഗെത്സേമനിൽ പ്രാർത്ഥിക്കുന്ന ഈശോയാകാം, പീലാത്തോസിന്റെ ഭവനത്തിൽ നിൽക്കുന്ന ഈശോയാകാം, കാൽവരിയിലേക്ക് കുരിശിൻ ചുമക്കുന്നു പോകുന്ന ഈശോയാകാം, കുരിശിൽ കിടക്കുന്ന ഈശോയാകാം, ഉത്തിതനായ ഈശോയാകാം, എമ്മാവുസിലേക്ക് പോകുന്ന ശിഷ്യന്മാരെ അനുഗമിക്കുന്ന ഈശോയാകാം, അല്ലെങ്കിൽ നമ്മുടെ ഹൃദയത്തിൽ, നമ്മുടെ തന്നെ ഉള്ളിൽ വസിക്കുന്ന ഈശോയാകാം, അല്ലെങ്കിൽ പരിശുദ്ധ കുർബാനയിൽ ഈശോയാകാം. നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ഈശോയുടെ രൂപം ഈ നമ്മുടെ ഭാവനയും ബുദ്ധിയെല്ലാം ഉപയോഗിച്ച് നാം കാണുക. അതിനുശേഷം ഒരു വിഷയം തിരഞ്ഞെടുക്കുക. അത് ബൈബിളിൽ നിന്നോ, അതിൽ തന്നെ സങ്കീർത്തനത്തിൽ നിന്നോ, അല്ലെങ്കിൽ വിശുദ്ധരുടെ ജീവിതത്തിൽ നിന്നോ, ഏത് വേണമെങ്കിലും എടുക്കാം. പ്രധാനമായി നമുക്ക് വേണമെങ്കിൽ ബൈബിളിലെ ഏതെങ്കിലും ഒരു ഉപമ, ഒരു വിഷയം നമ്മൾ എടുക്കുക. ആ ബൈബിളിലുള്ള അത് നമ്മൾ വായിക്കുക. അങ്ങനെ അതാണ് ഇൻട്രൊഡക്ഷൻ എന്ന് പറയുന്നത്. പിന്നെ അതിന്റെ ബോഡി എന്ന് പറയുന്നത്, അതിനെ ആസ്പദമാക്കി നമ്മൾ ധ്യാനിക്കുക, സംഭാഷണം നടത്തുക, യേശുവിനോട് സംസാരിക്കുക. ഏറ്റവും ഉദാഹരണം, സ്വർഗസ്നായ പിതാവേ എന്നുള്ള പ്രാർത്ഥന അമ്മ ത്രേസ്യ ഈ രീതിയിൽ പ്രാർത്ഥിച്ചപ്പോൾ സുഹൃത സരണി എന്ന പുസ്തകത്തിന്റെ 28 മുതൽ 42 വരെയുള്ള ആ അധ്യായങ്ങളാണ്. നമുക്ക് സ്വർഗസ്നായ പിതാവ് ചെല്ലാനായിട്ട് എത്ര സമയം എടുക്കും? 15 സെക്കൻഡ് മുതൽ 20 സെക്കൻഡ് വരെ മതി. അത്രയും സമയം നമ്മൾ സ്വർഗസ്നായ പിതാവ് എന്ന പ്രാർത്ഥന ചെല്ലാൻ എടുക്കുന്നുള്ളൂ. പക്ഷെ അമ്മ ത്രേസ്യ ഇതുപോലെ വിചിന്തനം ചെയ്തുകൊണ്ട്, സംസാരിച്ചുകൊണ്ട്, സംഭാഷണ പ്രാർത്ഥന നടത്തിക്കൊണ്ട് അത് ചൊല്ലിയപ്പോൾ സുഗത സരണി എന്ന പുസ്തകത്തിന്റെ അകത്ത് 28 മുതൽ 42 വരെ അധ്യായങ്ങളാണുള്ളത്. അപ്പോൾ അതുപോലെ നമുക്ക് ധൂർത്തപുത്രന്റെ കഥയാകാം, അല്ലെങ്കിൽ സമരിയാക്കാരി സ്ത്രീയുടെയാകാം, ഏത് ഉപമയും അല്ലെങ്കിൽ നിത്യസത്യങ്ങളെ കുറിച്ചുള്ള ഈശോ പഠിപ്പിക്കുന്നതാകാം. അത് നമ്മൾ ധ്യാനിച്ച് അതിനെക്കുറിച്ച് ഈശോയുമായിട്ട് നമ്മൾ സംഭാഷണം നടത്തുക. അങ്ങനെ അതാണ് അതിന്റെ ബോഡി എന്ന് പറയുന്നത്. അത് നമുക്ക് സമയം അനുവദിക്കുന്ന രീതിയിൽ 1/2 മണിക്കൂറോ 1 മണിക്കൂറോ 2 മണിക്കൂറോ എത്ര സമയം വേണമെങ്കിലും അങ്ങനെ ഈശോയുമായിട്ട് സംസാരിക്കാം. പിന്നെ
അതിൻ്റെ കൺക്ലൂഷൻ എന്ന് പറയുന്നത് ഒരു തീരുമാനമെടുക്കുക. ഒന്നുകിൽ ഒരു പുണ്യപ്രവൃത്തി ചെയ്യുവാനായിട്ട്, അല്ലെങ്കിൽ നമ്മളിൽ ഉള്ള ഏതെങ്കിലും ഒരു തിന്മ, ഒരു ബലഹീനതയെ അകറ്റുവാനായിട്ട്. അത് നാം ഈ പ്രാർത്ഥനയെ അല്ലെങ്കിൽ ഇതിനെ വിചിന്തനം ചെയ്തുകൊണ്ട് നാം സംസാരിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് നമുക്ക് പറഞ്ഞു തരും. ഈശോ നമുക്ക് പറയണം, എന്താണ് എൻ്റെ ബലഹീനത, എൻ്റെ കുറവ് എന്താണ്, അല്ലെങ്കിൽ ഞാൻ പാലിക്കേണ്ട പുണ്യം എന്താണെന്ന് ഈശോ പരിശുദ്ധാത്മാവ് നമ്മുടെ ഹൃദയത്തിൽ മന്ത്രിക്കും. അതനുസരിച്ച് നമ്മൾ തീരുമാനമെടുക്കുക. അതാണ് ഈ അമ്മ ത്രേസ്യ പഠിപ്പിക്കുന്ന തെരേസ്യൻ മെത്തേഡ് ഓഫ് മെൻ്റ് പ്രയർ. ഈ മാനസിക പ്രാർത്ഥന, അമ്മ ത്രേസ്യയുടെ ആ ഒരു മാനസിക പ്രാർത്ഥന, ഇതെല്ലാ ദിവസവും നമ്മൾ കുറേ സമയമെങ്കിലും, അരമണിക്കൂർ 1 മണിക്കൂറെങ്കിലും ധ്യാനിക്കുകയാണെങ്കിൽ, ഞാൻ ആദ്യം പറഞ്ഞതുപോലെ ആ ആത്മീയ ജീവിതത്തിലുള്ള വളർച്ച നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അത് നമുക്ക് വളരുവാനായിട്ട് ഈശോ നമ്മളെ സഹായിക്കും. അതിനു വേണ്ടിയിട്ട് നമുക്ക് പരിശ്രമിക്കാം. 1 മണിക്കൂറെങ്കിലും എല്ലാ ദിവസവും ഒന്ന് ധ്യാനിക്കാനായിട്ട് പരിശ്രമിക്കുക. സർവശക്തനായ ദൈവം, പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ആമേൻ.